ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന വാർത്തകൾ. ഇന്ത്യൻ റെയിൽവേയുമായി വയനാടിനെ ബന്ധിപ്പിക്കണമെന്ന് ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ. ലഹരിക്കെതിരെ കലയുടെ പ്രതിരോധമൊരുക്കി ജില്ലാ ഭരണകൂടം ഒരുക്കിയ ആർട്ട് ഓവർ ഡ്രഗ്സ്. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായി കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ ഫീഡിംഗ് റൂം സജ്ജീകരിച്ചു. സംസ്ഥാനത്ത് മാതൃകാ വാടക നിയമം നടപ്പാക്കണമെന്ന് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ. ഞാൻ സാന്റീന പ്രഭാത്. വിശദമായ വാർത്തകളിലേക്ക്. ഇന്ത്യൻ റെയിൽവേയുമായി വയനാടിനെ ബന്ധിപ്പിക്കണമെന്ന് ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ. വയനാട്ടിലേക്കുള്ള യാത്രാക്ലേശം പരിഹരിക്കാൻ നടപടികൾ സ്വീകരിക്കണമെന്നും ഹോളി ലാൻഡ് പിൽഗ്രിം സൊസൈറ്റി യോഗം ആവശ്യപ്പെട്ടു. കോഴിക്കോട് ജില്ലയെ വയനാടുമായിട്ട് ബന്ധിപ്പിക്കുന്ന നാഷണൽ ഹൈവേ, താമരശ്ശേരി ചുരം എന്ന് വിളിക്കുന്ന ഹൈവേ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ്. ഈ റോഡുകൾക്ക് പകരമായിട്ട് വയനാട് പ്രദേശത്തെ മറ്റ് ദേശങ്ങളുമായിട്ട് ബന്ധിപ്പിക്കുന്ന കണക്ടിവിറ്റി, അത് റെയിലായാലും റോഡുകളായാലും വായു മുഖേനയായാലും കണ്ടെത്തേണ്ടുന്ന ചുമതല അധികാരികൾക്കുണ്ട്. അത് എത്രയും പെട്ടെന്ന് തന്നെ നടപ്പിലാക്കണം എന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. വയനാടിന്റെ യാത്രാക്ലേശം പരിഹരിക്കാനുള്ള വിവിധ നിർദ്ദേശങ്ങൾ യോഗത്തിൽ ചർച്ച ചെയ്തു. സർക്കാർ ചില പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും തുരങ്കപാത ഉൾപ്പെടെയുള്ളവ യാഥാർത്ഥ്യമാകാൻ കാലതാമസമെടുക്കും. അതിനാൽ റെയിൽ റോഡ് കണക്ടിവിറ്റി മെച്ചപ്പെടുത്താൻ പ്രായോഗിക പദ്ധതികൾ ആവിഷ്കരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. പദ്ധതി നടപ്പിലാകുന്നതുവരെ വിദഗ്ധ ചികിത്സ ആവശ്യം വരുന്ന രോഗികളെയും അവശ്യ മരുന്നുകളും എത്തിക്കുന്നതിന് ആംബുലൻസ്, എയർ ആംബുലൻസ് സൗകര്യങ്ങൾ പ്രയോജനപ്പെടുത്തണം. മിസോറാമിൽ ചുരുങ്ങിയ കാലയളവിൽ റെയിൽപാത നിർമ്മിച്ച തീവണ്ടി സർവീസ് ആരംഭിച്ച മാതൃകയിൽ നിലമ്പൂർ നഞ്ചൻകോട് റെയിൽപാത യാഥാർത്ഥ്യമാക്കണമെന്നും യോഗത്തിൽ അധ്യക്ഷം വഹിച്ചുകൊണ്ട് ഷവലിയർ സി ചാക്കുണ്ണി ആവശ്യപ്പെട്ടു. CSI ഡയോസിസ് ക്ലർജി സെക്രട്ടറി റവറൻ ഫാദർ ജേക്കബ് ഡാനിയൽ, ഖജാൻജി റവറൻ ഫാദർ CK ഷൈൻ, ബിഷപ്പ് സെക്രട്ടറി റവറൻ ഫാദർ രാജു ചീരൻ എന്നിവരും സംസാരിച്ചു. കൗൺസിൽ കൺവീനർ AC ഗീവർ, ഖജാൻജി CC മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ലഹരിക്കെതിരെ കലയുടെ പ്രതിരോധമൊരുക്കി ജില്ലാ ഭരണകൂടം ഒരുക്കിയ ആർട്ട് ഓവർ ഡ്രഗ്സ്. ബീച്ചിലെ ഫ്രീഡം സ്ക്വയറിൽ വലിയ ക്യാൻവാസിൽ ലഹരി വിരുദ്ധ സന്ദേശങ്ങൾ പകരുന്ന ചിത്രങ്ങൾ ഒരുക്കിയും കലാപരിപാടികൾ അവതരിപ്പിച്ചുമാണ് പരിപാടി നടത്തിയത്. പേരാമ്പ്രാന്തി ക്യാമ്പ് ചിത്രകാരന്മാരുടെ കൂട്ടായ്മയിലെ അംഗങ്ങളാണ് ഭീമൻ ക്യാൻവാസിൽ വരയൊരുക്കിയത്. വിവിധ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ ചേർന്ന് കലാപരിപാടികളും അവതരിപ്പിച്ചു. ലഹരിക്കെതിരെ ഷൂട്ടൌട്ട്, പഞ്ച് ദി സിഗരറ്റ്, ഹൈക്കു, കവിതാരചനാ മത്സരം, സ്പോർട് ക്വിസുകൾ, അഭിപ്രായ സർവേകൾ, ഷെയർ ലവ് നോട്ട് ഡ്രഗ്സ്, സെൽഫി കോർണറുകൾ എന്നിവയും ഒരുക്കി. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിലുള്ള പുതുലഹരിയിലേക്ക് സമഗ്ര ലഹരി വിരുദ്ധ അവബോധ ക്യാമ്പയിൻ, കേന്ദ്ര സർക്കാരിന്റെ നശാമുക്ത ഭാരത് അഭിയാൻ പദ്ധതി എന്നിവയുടെ ഭാഗമായി ജില്ലാ സാമൂഹിക നീതി വകുപ്പിന്റെ സഹകരണത്തോടെയാണ് പരിപാടി ഒരുക്കിയത്. ആർട്ട് ഓവർ ഡ്രഗ്സ് ഉദ്ഘാടനം ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് നിർവഹിച്ചു. ഈ ആന്റി ഡ്രഗിന്റെ ആക്ടിവിറ്റീസ്, ഈ പ്രൊമോഷൻസും ക്യാമ്പയിൻ നമുക്ക് വളരെ അഗ്രസീവ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ടി വരും. അത് കഴിഞ്ഞിട്ട് മാത്രം ഈ ഡ്രഗിന്റെ പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ജനങ്ങൾക്ക് കൂടെ പബ്ലിക്കും നമുക്ക് നേരിട്ട് സംസാരിക്കുമ്പോൾ എന്താണ് ഡിസ്കഷൻ, അതിനെ കുറിച്ചൊരു ഡിസ്കഷൻ വന്നതിന് ശേഷം ഒരു ഇൻഫോർമേഷൻ പോകും എല്ലാ സ്ഥലത്തും. കാരണം ഇതൊരു ടെക്സ്റ്റുവൽ ഇൻഫോർമേഷൻ അല്ല. എന്തുകൊണ്ടാണ് നമുക്ക് എല്ലാവരും വന്നു, എന്തുകൊണ്ടാണ് ഈ NMBAയിലെ പാർട്ടായിട്ട് ഒരു പെയിൻറ്റിംഗ് ആണ്, ഒരു അവയർനെസ് നമുക്ക് എല്ലാവർക്കും
നമുക്ക് ആവശ്യമുണ്ട് ഈ വിഷയത്തിൽ. കെ സി രാജീവൻ, രഞ്ജിത്ത് പട്ടാണിപ്പാറ, പ്രജീഷ് പേരാമ്പ്ര, ബൈജൻസ് ചെറുവണ്ണൂർ, ബഷീർ ചിത്രകൂടം, നിതീഷ് തെക്കേലത്ത്, രമേശ് കോവുമ്മൽ, RB അഭിലാഷ് തിരുവോത്ത്, ഋതുപർണ പി രാജീവ് എന്നിവരാണ് ചിത്രം വരയ്ക്ക് നേതൃത്വം നൽകിയത്. ജില്ലാ സാമൂഹ്യനീതി ഓഫീസർ അഞ്ജു മോഹൻ, ആസാദ് സേന ജില്ലാ കോർഡിനേറ്റർ ലിജോ ജോസഫ്, ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ CP അബ്ദുൽ കരീം, DCIP കോർഡിനേറ്റർ ഡോക്ടർ നിജീഷ് ആനന്ദ് തുടങ്ങിയവരും സംബന്ധിച്ചു. വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. പരിപാടികൾക്ക് ആസാദ് സേന, ജില്ലാ കളക്ടറുടെ ഇന്റേൺസ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായി കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ ഫീഡിംഗ് റൂം സജ്ജീകരിച്ചു. മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. മൊബൈൽ ഫോൺ വ്യാപാരി സമിതിയും നാഷണൽ ഹെൽത്ത് മിഷനും ചേർന്നാണ് യാത്രക്കാരികൾക്കായി ഈ സൗകര്യം ഒരുക്കിയത്. മൊബൈൽ ഫോൺ വ്യാപാരി സമിതി സാമൂഹിക സേവന രംഗത്ത് നടത്തിവരുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ആരോഗ്യ കേരളം നാഷണൽ ഹെൽത്ത് മിഷന്റെ അമ്മയും കുഞ്ഞും പദ്ധതിയുടെ ഭാഗമായി മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ ഫീഡിംഗ് റൂം നിർമ്മിച്ചു. ഫീഡിംഗ് റൂമിന്റെ ഉദ്ഘാടനം മേയർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. നമുക്ക് മറ്റു രാജ്യങ്ങളിലൊക്കെ പണ്ടാണെങ്കിൽ പെണ്ണുങ്ങൾക്ക് കുട്ടിക്ക് പാൽ കൊടുക്കാൻ ഒരു മടിയൊന്നുമില്ല. കാരണം നമ്മളൊന്നും ബ്ലൗസൊന്നും ഇടാതെ നടന്നിരുന്ന ഒരു കാലമാണ്. മുസ്ലിംസും ക്രിസ്ത്യാനികളും മാത്രമേ അന്ന് ബ്ലൗസ് ഇടുള്ളൂ, അല്ലാത്തവരൊന്നും ബ്ലൗസ് ഇടില്ല. ബ്ലൗസ് ഇടാൻ വേണ്ടി സമരം ചെയ്ത ആൾക്കാരാണ് നമ്മുടെ കേരളത്തിലുള്ള സ്ത്രീകൾ. പണ്ടത്തെ ചരിത്രമാണത്. അപ്പോൾ അതുകൊണ്ട് വലിയ മടിയൊന്നും ആർക്കും ഉണ്ടായിരുന്നില്ല. ബസ്സിലൊക്കെ ഇന്ന് ആൾക്കാർക്ക് എളുപ്പത്തിൽ കുഞ്ഞുങ്ങൾക്ക് പാൽ കൊടുക്കാൻ തോന്നുമായിരുന്നു. അത് സ്ഥിരമായിട്ട് ഒരു വീട്ടിൽ തന്നെ കുറേ മക്കളുടെ മക്കളൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് പാൽ കൊടുക്കുമ്പോൾ ഒരാളും അങ്ങോട്ട് നോക്കില്ല. കാരണം അത് സ്ഥിരമായിട്ട് കാണുന്ന രീതിയായിട്ട് അവർക്കത് പൊതുവെയൊന്നുമില്ല. ഇന്നത്തെ കാലത്ത് ഇപ്പം ഈ പാൽ കൊടുക്കുന്ന കുട്ടികൾ തന്നെ പല വീട്ടിലും ഇല്ല. അപ്പം അതുകൊണ്ട് അങ്ങനത്തെ അമ്മമാരും കണ്ടിട്ടില്ല. അപ്പം അതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഒന്ന് ആൾക്കാരിങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് നോക്കിപ്പോകും. അതാണ് പണ്ടത്തെ പ്രശ്നമല്ലേ. അതുകൊണ്ട് അപ്പം നമുക്ക് എന്ത് വേണ്ടി വരുന്നു? ഒരു ചെറിയ മറവ് ഇതിനൊക്കെ വേണ്ടി വരുന്നു. മൊബൈൽ ഫോൺ സമിതി ജില്ലാ പ്രസിഡന്റ് അനൂപ് MV അധ്യക്ഷനായിരുന്നു. കൗൺസിലർ SK അബൂബക്കർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന കമ്മിറ്റി അംഗം റഫീഖ്, ഫരീദ് കണ്ണങ്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. മൊബൈൽ ഫോൺ വ്യാപാരി സമിതി CV ഇക്ബാൽ, ജില്ലാ സെക്രട്ടറി ഷഹാദാദ് മുഹമ്മദ് KT തുടങ്ങിയവർ നേതൃത്വം നൽകി. ഫസൽ, രാജീവ്, ലാനി, ഷൈജു, കുഞ്ഞുമോൻ, ഫിറോസ്, ആരോഗ്യ കേരളം നാഷണൽ ഹെൽത്ത് മിഷൻ പ്രവർത്തകരായ ജിൻസ്, ആതിര തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ജില്ലാ വാർത്തയിൽ ഒരിടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. ചായ വിളി തുടങ്ങി. ചായ ഉഷ എവിടെ ഇല്ല. എന്നാ നിനക്കൊരു ചായ. അച്ഛനൊരു ചായ ഉണ്ടാക്കിയപ്പോ എന്താ? റിട്ടയർഡ് CI ചായ ഉണ്ടാക്കാൻ. അതിനൊരു വഴിയുണ്ട്, വാ. മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ. ഇനി നല്ല അടിപൊളി ചായ ഉണ്ടാക്കാൻ ഏതൊരു പോലീസുകാരനും പറ്റും. പാലിന്റെ ഗുണമേന്മയോടെ മിൽമ ഡേ ടു ഡേ ഡയറി വൈറ്റ്നർ റിച്ച് ടേസ്റ്റി ചായക്ക്. അമ്മയുടെ ചായയൊക്കെ കൊള്ളാം അല്ലേ? ഉവ്വേ, ടേസ്റ്റി ചായ ഈസിയായി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലർ. സൗത്ത് ഇന്ത്യ ഇന്നേവരെ കാണാത്ത എപ്പിക് എക്സ്പീരിയൻസ് ഇനി ഞങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്കും കാണാം. അനുഭവിച്ചറിയാം. മൈജി ഫ്യൂച്ചറിന്റെ ഇന്നേ വരെ കാണാത്ത ഏറ്റവും വലിയ എപ്പിക് ഷോറൂം മൈജിയുടെ സ്വന്തം നാടായ കോഴിക്കോട് തൊണ്ടയാട് വരുന്നു. മൈജി ഫ്യൂച്ചർ എപ്പിക് ഷോറൂം, കോഴിക്കോട്. മലബാർ മേഖലയിൽ ആദ്യമായി ആധുനിക ഡിജിറ്റൽ പ്രിന്റിംഗ് മെഷീനറികളുടെയും അച്ചടി അനുബന്ധ മെഷീനറികളുടെയും വിപുലമായ പ്രദർശനം 2025 ഒക്ടോബർ 3, 4, 5 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട് കലായി കൺവെൻഷൻ സെന്റർ. പ്രവേശനം സൗജന്യം.
ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. സംസ്ഥാനത്ത് മാതൃകാ വാടക നിയമം ഉടൻ നടപ്പാക്കണമെന്ന് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ. നിയമം നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടു പോകുകയാണെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. ഇതൊക്കെ ഈ കെട്ടിടം ഉണ്ടാക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട്. കാരണം ഇവിടെ മറ്റേ ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, തേർഡ് ഫ്ലോർ ഒന്നും തീരെ വാടകയ്ക്ക് പോണില്ല. കാരണം ബിൽഡിംഗ് ഉണ്ടാക്കിയ ടാക്സ് വളരെ കൂടുതൽ. അതിനൊക്കെ പുറമെയാണ് വാടകയ്ക്ക് ടാക്സ്. വാടകയ്ക്ക് ടാക്സ് എന്ന് പറഞ്ഞാൽ 18%. കാരണം 5% തന്നാൽ ഒരു 1000 രൂപ വാടകയ്ക്ക് കൊടുത്തു 200 രൂപ ടാക്സ് കൊടുക്കണം വാടകയ്ക്ക് ടാക്സ്. അത് നമ്മൾ ഈ ഇപ്രാവശ്യം ടാക്സ് മാറ്റം ചെയ്തപ്പോൾ അതിൽ അത് ഒഴിവാക്കുമെന്ന് വിചാരിച്ചാൽ ഒഴിവാക്കിയിട്ടില്ല. ഇതുകൊണ്ട് ഈ ടാക്സ് കൊടുക്കുന്ന ബിൽഡിംഗ് വാടകയ്ക്ക് പോവാതെ കിടക്കരുത്. കാരണം ഈ 5-1 ടാക്സ് വരുന്നതുകൊണ്ട് സംസ്ഥാനത്ത് മാതൃകാ വാടക നിയമം ഉടൻ നടപ്പാക്കണമെന്ന് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 2020 കേന്ദ്രം കൊണ്ടുവന്ന നിയമം 15 സംസ്ഥാനങ്ങളിൽ നടപ്പാക്കി. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലെ കോടതികളിൽ വാടകയുമായി ബന്ധപ്പെട്ട കേസുകളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. മാതൃകാ വാടക നിയമം വാടക കുടിയാന്മാർക്ക് എതിരാണെന്ന പ്രചാരണം വസ്തുതാപരമായി തെറ്റാണെന്നും പരസ്പര ധാരണയിൽ അധിഷ്ഠിതമായ പുതിയൊരു വ്യാപാര സൗഹൃദക്രമം സൃഷ്ടിക്കാൻ നിയമം സഹായിക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. നിയമം നടപ്പാക്കാതെ നീട്ടിക്കൊണ്ടു പോകുകയാണെങ്കിൽ സമരത്തിലേക്ക് നീങ്ങുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് PP ആലിക്കോയ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അശോകൻ വീട്ടിൽ എന്നിവർ പറഞ്ഞു. സംഘടനയുടെ സംസ്ഥാന അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസ് 21-ന് കോഴിക്കോട് സംസ്ഥാന പ്രസിഡന്റ് PP ആലിക്കോയ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. കോഴിക്കോട് അതിരൂപതയുടെ ശതാബ്ദി മെമ്മോറിയൽ ഭവന പദ്ധതിയുടെ ഭാഗമായി 10 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. പാക്കം പ്രദേശത്ത് നിർമ്മിച്ച ഭവനങ്ങളുടെ താക്കോൽദാനവും ആശീർവാദവും രൂപത മെത്രാപ്പൊലീത്ത ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ നിർവഹിച്ചു. കോഴിക്കോട് അതിരൂപതയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടപ്പിലാക്കുന്ന 200 വീടുകളുടെ നിർമ്മാണ പദ്ധതിയുടെ ഭാഗമായി വയനാട് പാക്കം പ്രദേശത്ത് നിർമ്മിച്ച 10 ഭവനങ്ങളുടെ താക്കോൽദാനവും ആശീർവാദവും രൂപത മെത്രാപ്പൊലീത്ത വർഗീസ് ചക്കാലക്കൽ നിർവഹിച്ചു. ഈശോ പറഞ്ഞതുപോലെ നമ്മളും മറ്റുള്ളവർക്ക് ഭവനം നൽകുകയും ഭവനത്തിൽ സ്വീകരിക്കുകയും ചെയ്യേണ്ടവരാണെന്ന് അദ്ദേഹം പറഞ്ഞു. വീടില്ലാത്തവർക്കായി ഭവനങ്ങൾ ഒരുക്കുകയും അവരെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുക ക്രിസ്തീയ സ്നേഹത്തിന്റെ പ്രമാണമാണെന്നും അതാണ് കോഴിക്കോട് രൂപത തന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി നിർവഹിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ. ഭവന നിർമ്മാണത്തിനായി സാമ്പത്തികമായി സഹായം നൽകിയ ബദനി സന്യാസ സഭ, അപ്പോസ്തലിക് കാർമൽ സന്യാസ സഭ, കോഴിക്കോട് രൂപത സോഷ്യൽ സർവീസ് സൊസൈറ്റി ജീവന, കോഴിക്കോട് രൂപത കോർപ്പറേറ്റ് അധ്യാപകർ എന്നിവരുടെ സഹകരണം ചടങ്ങിൽ ഓർമ്മിച്ചു. ഭവനങ്ങളുടെ സാങ്കേതിക രൂപകൽപ്പനയും മേൽനോട്ടവും വഹിച്ച എഞ്ചിനീയർ രാഗ്നേഷിനെ ചടങ്ങിൽ ആദരിച്ചു. ഭവനങ്ങളുടെ നിർമ്മാണത്തിന് ഫാദർ ജേസൺ കളത്തിൽപ്പറമ്പിലും സിസ്റ്റർ ജോസ്ലിനും ചേർന്നാണ് നേതൃത്വം നൽകിയത്. രൂപത പ്രൊക്യുറേറ്റർ ഫാദർ പോൾ പേഴ്സി ഡിസിൽവ, കോഴിക്കോട് രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ജെൻസൺ പുത്തൻവീട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. തുടർന്ന് സ്നേഹവിരുന്നോടുകൂടി പരിപാടികൾ അവസാനിച്ചു. ന്യൂസ് ബ്യൂറോ, വയനാട്. കേരള എൻവയോൺമെന്റൽ ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം പുതുപ്പണം ദേശീയപാതയോരത്ത് വൃക്ഷത്തൈ നട്ടു. വടകര മുനിസിപ്പാലിറ്റി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ M. ബിജു ആദ്യ വൃക്ഷത്തൈ നട്ടുകൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രൊഫസർ ശോഭീന്ദ്രൻ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ ഒക്ടോബർ 9, 10 തീയതികളിൽ കോഴിക്കോട് ടൗൺ ഹാളിലാണ് കേരള എൻവയോൺമെന്റൽ ഫെസ്റ്റ് നടക്കുന്നത്. ഫെസ്റ്റിന്റെ പ്രചരണാർത്ഥം ലോകത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ ട്രിബ്യൂട്ട് ബൈ സ്റ്റോറീസ് എന്ന സംഘടനയുമായി സഹകരിച്ച് വൃക്ഷത്തൈകൾ നടുന്നതിന്റെ ഉദ്ഘാടനമാണ് വടകര മുനിസിപ്പാലിറ്റി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ M. ബിജു പുതുപ്പണത്ത് ദേശീയപാതയോരത്ത് നിർവഹിച്ചത്. പരിസ്ഥിതിക്ക് ആഘാതമേൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത്. ഓരോരോ വികസന പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ നമ്മുടെ പരിസ്ഥിതിയെ ചൂഷണം ചെയ്തുകൊണ്ട് മാത്രമാണ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നത്. പക്ഷെ അത് പരിസ്ഥിതിക്ക് യോജിക്കുന്ന രീതിയിലേക്ക് എങ്ങനെ നമ്മുടെ നാടിനകത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്താം എന്നുള്ള ഒരു ചർച്ചകൾ കൂടി നടത്തിക്കൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഈ ഫൗണ്ടേഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്നത്തെ കാലത്ത്
നാട്ടിനകത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിൽ പരിസ്ഥിതിക്ക് ആഘാതം ഏൽപ്പിക്കാതെ മുന്നോട്ട് പോകാൻ വളരെ പ്രയാസമാണ്. എന്നാൽ അങ്ങനെ ഉണ്ടാകുമ്പോൾ ആ പരിസ്ഥിതിക്ക് ഉണ്ടാകുന്ന ആഘാതത്തെ മറ്റു തരത്തിൽ എങ്ങനെ സംരക്ഷിക്കപ്പെടാൻ കഴിയും എന്നുള്ളതുൾപ്പെടെ നമ്മുടെ പുതിയ തലമുറയെ നമ്മൾ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. കാരണം പൊതുവേ നാട്ടിനകത്ത് ഇത്തരം ആളുകളെയൊക്കെ തന്നെ ഒരു വികസന വിരോധികളായി കാണുന്ന ഒരു ആളുകൾ നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്. ചടങ്ങിൽ സ്വാഗത സംഘം ജനറൽ കൺവീനർ വടയക്കണ്ടി നാരായണൻ അധ്യക്ഷനായിരുന്നു. ട്രിബ്യൂട്ട് കോർഡിനേറ്റർ എം റസില മുഖ്യാതിഥിയായി പങ്കെടുത്തു. സ്വാഗത സംഘം കോർഡിനേറ്റർമാരായ മണലിൽ മോഹനൻ, സെഡ് സൽമാൻ, ട്രഷറർ ഹാഫിസ് പൊന്നേരി തുടങ്ങിയവരും സംസാരിച്ചു. സരസ്വതി ബിജു പരിസ്ഥിതി കവിത ചൊല്ലി. 2 ഒട്ടുമാവിൻ തൈകളാണ് നട്ടത്. തൈകളുടെ സംരക്ഷണം JNM ഹയർ സെക്കൻഡറി സ്കൂൾ NSS ടീം ഏറ്റെടുത്തിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, വടകര. ജില്ലാ വാർത്തയിൽ ഒരിടവേള കൂടി. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. മിൽമ ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. Bobby Chamanur International Jeweler. മലബാർ മേഖലയിൽ ആദ്യമായി ആധുനിക ഡിജിറ്റൽ പ്രിന്റിംഗ് മെഷീനറികളുടെയും അച്ചടി അനുബന്ധ മെഷീനറികളുടെയും വിപുലമായ പ്രദർശനം 2025 ഒക്ടോബർ 3, 4, 5 വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ കോഴിക്കോട് കലായ് കൺവെൻഷൻ സെന്റർ. പ്രവേശനം സൗജന്യം. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ. വാർത്തകൾ തുടരുന്നു. കോഴിക്കോട് മയനാട് AUP സ്കൂളിന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് കൈമാറി. ഉദ്ഘാടനം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ KG നിർവഹിച്ചു. കുട്ടികളിൽ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ചുള്ള അവബോധം വളർത്തിയെടുക്കാൻ തിരഞ്ഞെടുത്ത സ്കൂളുകൾക്കാണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ് നൽകുന്നത്. കോഴിക്കോട് മായനാട് UP സ്കൂളിൽ ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റും ഡോപ്പ എൻട്രൻസ് കോച്ചിംഗ് സെന്ററും ചേർന്ന് വിദ്യാർത്ഥികൾക്ക് പ്രഥമ ശുശ്രൂഷ പരിശീലനം നൽകി. ഡോപ്പയുടെ നേതൃത്വത്തിൽ കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ ആരംഭിക്കുന്ന നിങ്ങൾക്കുമാകാം കൊച്ചു ഡോക്ടർ എന്ന പ്രൊജക്ടിന്റെ ഭാഗമായാണ് മായനാട് UP സ്കൂളിൽ പരിപാടി സംഘടിപ്പിച്ചത്. വിദ്യാർത്ഥികളിൽ പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് അവബോധം വളർത്തിയെടുക്കാനും പരിക്കേൽക്കുന്നവർക്ക് പരിചരണം നൽകുന്നതിനുമായുള്ള കൃത്യമായ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ജില്ലയിൽ പ്രത്യേകം തിരഞ്ഞെടുത്ത സ്കൂളുകൾക്ക് നൽകുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സിന്റെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സജിത് കുമാർ KG നിർവഹിച്ചു. പരിപാടിയിൽ ഡോപ്പ ഡയറക്ടർ ഡോക്ടർ ആസിഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു. വിദ്യാർത്ഥികൾക്കുള്ള ട്രെയിനിങ്ങിന് 4ാം വർഷ മെഡിക്കൽ വിദ്യാർത്ഥി ഹെന്ന ഫെമി നേതൃത്വം നൽകി. PTA പ്രസിഡന്റ് P. സുമേഷ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. പരിപാടിയിൽ സ്കൗട്ട് മാസ്റ്റർ റഫീഖ് പുല്ലാളൂർ, MPTA പ്രസിഡന്റ് മേരി MP, SRG കൺവീനർമാരായ സഫിയ, രമ്യ, സീനിയർ അസിസ്റ്റന്റ് പ്രീത, അധ്യാപകരായ പ്രജിത, അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ദേശീയ ആയുർവേദ ദിനാചരണം സെപ്റ്റംബർ 23 നടക്കും. കോഴിക്കോട് ടൗൺ ഹാളിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്യും. ഇപ്പോൾ NABH നിലവാരത്തിലേക്ക് ഏതാണ്ട് സംസ്ഥാനത്ത് 250ഓളം സ്ഥാപനങ്ങൾ
നാഷണൽ ബോർഡ് ഓഫ് അക്രഡിറ്റേഷൻ സ്റ്റാൻഡേർഡ് ലഭിച്ച ആയുർവേദ സ്ഥാപനങ്ങളായിട്ടുണ്ട്. ഇപ്പോൾ കായകൽപ്പ എന്ന് പറയുന്ന അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ സമഗ്രമായ മാറ്റം ഈ മേഖലയിൽ ഉണ്ട് എന്ന് ഞാൻ ആമുഖമായി പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ദേശീയ ആയുർവേദ ദിനാചരണത്തിന്റെ മുന്നോടിയായി സെപ്റ്റംബർ 21 കോഴിക്കോട് ബീച്ചിൽ ബൈക്ക് റാലി നടത്തും. ഡോക്ടർ ശ്രീജു SS IRS ഫ്ലാഗ് ഓഫ് ചെയ്യും. സെപ്റ്റംബർ 23 ദിനാചരണത്തിന്റെ ജില്ലാതല പരിപാടികൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീജ ശശി ഉദ്ഘാടനം ചെയ്യും. ദിനാചരണത്തിന്റെ ഭാഗമായി യോഗ, ഡാൻസ്, പൊതുജനങ്ങൾക്കായുള്ള ബോധവൽക്കരണ ക്ലാസുകൾ, സ്കൂൾ വിദ്യാർത്ഥികൾക്കായുള്ള ക്വിസ് മത്സരം, ആയുർ രുചി ആരോഗ്യ പാചക മത്സരം, ആദരിക്കൽ, റീൽസ് മത്സരം എന്നിവയും നടത്തും. പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി തലത്തിലും ദിനാഘോഷത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ ക്ലാസുകളും ഔഷധ സസ്യ പ്രദർശനവും യോഗയും സംഘടിപ്പിക്കുമെന്നും ഭാരതീയ ചികിത്സാ വകുപ്പ് കോഴിക്കോട് ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിനി PM അറിയിച്ചു. കഴിഞ്ഞ വർഷം വരെ ധന്വന്തരി ജയന്തിയായിരുന്നു ആയുർവേദ ദിനമായി ആചരിച്ചിരുന്നത്. എന്നാൽ ധന്വന്തരി ജയന്തി ആകുമ്പോൾ ഓരോ വർഷവും ഓരോ തീയതി ആയതുകൊണ്ട് ആഘോഷിക്കാനുണ്ടാകുന്ന ബുദ്ധിമുട്ട് മൂലമാണ് ഈ വർഷം മുതൽ നമ്മൾ സെപ്റ്റംബർ 23 എന്ന തീയതിയായിട്ട് നിജപ്പെടുത്തിയിരിക്കുന്നത്. സെപ്റ്റംബർ 23 ഇതിന്റെ ഒരു ജില്ലാതല ഉദ്ഘാടനം ടൗൺ ഹാളിൽ വെച്ചാണ് നടത്തുന്നത്. വാർത്താ സമ്മേളനത്തിൽ നാഷണൽ ആയുഷ് മിഷൻ പ്രതിനിധി ഡോക്ടർ മീനാക്ഷി, ആയുർവേദ ദിനാഘോഷം ജനറൽ കൺവീനർ ഡോക്ടർ ഷൈജു O, ഡോക്ടർ സുകേഷ് കുമാർ GS, AMAI പ്രതിനിധി ഡോക്ടർ സന്ദീപ് K തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. തിരുവസന്തം 1500 മദീന നിലാവ് 2025ന്റെ ഭാഗമായി മുസ്ലിം ജമാഅത്ത് SYS SSF നടുവട്ടം യൂണിറ്റ് 19ാം വാർഷിക സമ്മേളനം മിലാദ് പ്രോഗ്രാം സംഘടിപ്പിച്ചു. 3 ദിവസങ്ങളിലായാണ് വിവിധ പരിപാടികൾ നടന്നത്. നടുവട്ടം നൂറുനബി നഗറിൽ ഗൃഹമൗലീദ്, പ്രഭാഷണം, മൗലീദ് പാരായണം, ബുർദ മൗലീദ്, തബറൂക്ക് വിതരണം എന്നിവ മിലാദ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടന്നു. മൗലീദ് പാരായണവും തബറൂക്ക് വിതരണവും മുസ്തഫ മുസ്ലിയാർ നിർവഹിച്ചു. ഉസ്മാൻ ഷാമിൽ ഇർഫാനി, ജസീൽ ഷാമിൽ ഇർഫാനി എന്നിവർ പ്രഭാഷണം നടത്തി. പള്ളി നന്നായി പരിപാലിക്കുന്നവനാണെങ്കിൽ മാത്രം അവൻ മഹബത്തുള്ളവനാകുമോ? തൊണ്ടക്കുഴിയിൽ നിന്ന് പിടിച്ചു കീറി പരിശുദ്ധമായ ഖുർആനിന്റെ വരികൾ സ്വരരാഗത്തോടുകൂടെ പാരായണം ചെയ്താൽ മഹബത്തുള്ളവനാകുമോ? അതൊന്നും മഹബത്തല്ല, മറിച്ച് മഹബത്തിന്റെ അടയാളങ്ങൾ മാത്രമാണ്. മഹബത്ത്, പ്രവാചക സ്നേഹം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രയോഗം നോക്കൂ നിങ്ങൾ. ലാ യുമിനു അഹദുക്കും ഹത്താ അകൂന ഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേൾപ്പിക്കുകയാ, അഥവാ യഥാർത്ഥ മുഅ്മിനാകുന്നത്, യഥാർത്ഥ മുസ്ലിമാകുന്നത് സർവചരാചരങ്ങളെക്കാളും അധികം ഞാൻ ഇഷ്ടപാത്രമാകുമ്പോഴാണ്. SYS സോൺ സെക്രട്ടറി മുജീബ് വട്ടക്കിണർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങുകൾക്ക് സൈനുൽ ആബിദീൻ ഇർഫാനി, ഇബ്രാഹിം മൻസൂർ സഖാഫി എന്നിവർ നേതൃത്വം നൽകി. മുസ്തഫ മുസ്ലിയാർ, ജൈസൽ സാദി, അനസ് മുസ്ലിയാർ, ഇസ്മായിൽ മുസ്ലിയാർ എന്നിവരും സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, ബേപ്പൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ത്യൻ റെയിൽവേയുമായി വയനാടിനെ ബന്ധിപ്പിക്കണമെന്ന് ബിഷപ്പ് റോയ്സ് മനോജ് വിക്ടർ. ലഹരിക്കെതിരെ കലയുടെ പ്രതിരോധമൊരുക്കി ജില്ലാ ഭരണകൂടം ഒരുക്കിയ ആർട്ട് ഓവർ ഡ്രഗ്സ്. അമ്മമാർക്കും കുഞ്ഞുങ്ങൾക്കുമായി കോഴിക്കോട് മൊഫ്യൂസിൽ ബസ് സ്റ്റാൻഡിൽ ഫീഡിംഗ് റൂം സജ്ജീകരിച്ചു. സംസ്ഥാനത്ത് മാതൃകാ വാടക നിയമം നടപ്പാക്കണമെന്ന് കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ഓണേഴ്സ് അസോസിയേഷൻ. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chemanur International Jewelers.